ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ചോദ്യപേപ്പറാണ്. ചോദ്യകോഡ് 53 ഡ്രൈവർ എന്ന തസ്തികയ്ക്ക് വേണ്ടിയിട്ട് നടന്ന ചോദ്യപേപ്പറാണ്. അപ്പോ ഈ ചോദ്യം, ഈ ഒരു എക്സാം നടന്ന ഡേറ്റ് നമ്മുടെ 6/5/2024, അതായത് ഇന്ന് നടന്ന എക്സാം ആണ്. ഓക്കെ, പ്രൊവിഷണൽ ആൻസർ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. 6/5 ഈ മെയ് 6 നടന്ന എക്സാം ആണ്, ഇന്നത്തെ എക്സാം ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുന്നില്ല താനും. ആരുടെ വാക്കുകളാണ്? സ്കൂൾ ബുക്കിലെ വാക്കാണ്, ഗാന്ധിജിയുടെ വാക്കാണിത്. സ്കൂൾ ബുക്കിൽ ഇത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരം ഗാന്ധിജി. എല്ലാരെയും ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, തൃപ്തിപ്പെടുത്താം. പക്ഷെ ഒരാൾക്ക് അത്യാഗ്രഹം ഉണ്ടെങ്കിൽ പറ്റുമോ? ഇല്ല. ഒരാൾക്ക് സാധാ ഒരു വീട് വേണം ജീവിക്കാൻ, ഓക്കെ. എന്നാൽ വലിയ കൊട്ടാരങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ പാടാണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ്? 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭക്കാര് ഇതിന് അംഗീകാരം നൽകുന്നത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്ന്, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന നിലപാട്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പുസ്തകമാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ജാതീയ വ്യവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. ഒരു സവർണൻ വരുമ്പോൾ അവർണര് ദൂരെ മാറി ഒളിച്ചിരിക്കുന്ന അവസ്ഥ, അതൊക്കെ കണ്ടപ്പോഴാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ഇനി ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതും വൈകുണ്ഠ സ്വാമികളാണ്. ഇനി എപ്പോഴും ചോദിക്കുന്നതാണ് സമത്വ സമാജം. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാ വഴി. അപ്പൊ ഇദ്ദേഹം എന്ത് ആരംഭിച്ചു? ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണ കേരളത്തിൽ ആദ്യമായി, അതും വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹത്തിന്റെ മതം അയ്യാ വഴി എന്നുള്ള മതമാണ്, അത് ഓർക്കുക. അപ്പോൾ നമ്മൾ 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണെന്ന് മനസ്സിലാക്കി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ഗുരുദേവൻ. ആദ്യം നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഓം എന്നെഴുതിയ പ്രതിഷ്ഠയാണ് അവസാനം ഇദ്ദേഹം നടത്തിയത്. അവസാനം നടത്തിയ പ്രതിഷ്ഠ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അത് കളവൻകോടാണ്. ഓം എന്നെഴുതിയ പ്രതിഷ്ഠയാണ് ഇദ്ദേഹം നടത്തിയത്, കളവൻകോട്. ഗുരുദേവൻ പോയിട്ടുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. 2 വട്ടം പോയത് ശ്രീലങ്കയിലാണ്. ഇത് സ്ഥിരം ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? ശിവഗിരിയിലാണ്, അല്ലെ? ശിവഗിരിയാണ്. ഇത് നമ്മുടെ ഈ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരുദേവൻ. നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇനി നമ്മളുടെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഇദ്ദേഹം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? SNDP, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ഗുരുദേവനാണ്. ക്ലിയർ ആണ്. അരുവിപ്പുറം പ്രതിഷ്ഠ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. 1888 1888 ഇദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അടുത്തത്, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കുക. 1ാം ലോക മഹായുദ്ധം യുദ്ധവിരുദ്ധ ജാഥ നടത്തി. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. വില്ലുവണ്ടി യാത്ര നടത്തി. നമ്മുടെ ആൻസർ 1ഉം 3ഉമാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടത്. 1ാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. കുമാര ഗുരുദേവനെ പൊയ്കയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്നു. പൊയ്കയിൽ യോഹന്നാൻ എന്ന് വിളിക്കുന്നു. ഇനി കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ് അടിലഹള, വാകത്താനത്ത് ബൈബിള് കത്തിച്ചതും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണ്. PRDS പ്രത്യക്ഷരക്ഷ ദൈവസഭ എന്ന പ്രസ്ഥാനം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇരവി പേരൂരിലാണ് ഇദ്ദേഹം ഇത് തുടങ്ങിയത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്താണ്. പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. നമ്മുടെ
വിദ്യാഭ്യാസത്തിന് പ്രാതിനിധ്യം നൽകി ഒരുപാട് പേരുണ്ട്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ഇദ്ദേഹം പറഞ്ഞു പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞു ക്ഷേത്ര നിർമ്മാണമല്ല നമുക്കിനി വേണ്ടത്, നമുക്ക് സ്കൂളുകൾ നിർമ്മിക്കണം. നമ്മുടെ അയ്യങ്കാളി അല്ലെ, അയ്യങ്കാളി പഞ്ചമിയെ പഠിപ്പിക്കാത്തതുമായി പ്രതിഷേധിച്ച് ഇദ്ദേഹം എന്ത് ചെയ്തു, പിന്നോക്കർക്ക് വേണ്ടി വിദ്യാലയം ആരംഭിച്ചു. വില്ലുവണ്ടി യാത്ര നടത്തിയതും ആര് തന്നെയാണ്, അയ്യങ്കാളിയാണ്. അപ്പൊ പിന്നോക്ക അവസ്ഥ പരിഹരിക്കാൻ അയ്യങ്കാളി വിശ്വസിച്ചു വിദ്യാഭ്യാസം നല്ല മാർഗമാണെന്ന്. വില്ലുവണ്ടി യാത്ര നടത്തിയതും അയ്യങ്കാളിയാണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയാണ്? 3 മിഷനറി സംഘങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM, മറ്റേത് LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി. അപ്പോ ഇത് രണ്ടെണ്ണം ഇപ്പൊ ഓപ്ഷനിലുള്ളൂ. നമ്മുടെ ഉത്തരം ഏതാണ്? 1ഉം 3ഉമാണ്. അപ്പൊ ആൻസർ എന്ത് വരുന്നു? 6A വരും. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ആണോ? അല്ല. മുസ്ലിം ഐക്യ സംഘം ആണോ? അല്ല. ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ട്, ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ട്. അടുത്തത് കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച സംസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പറഞ്ഞില്ലേ വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജമാണെന്ന്. ഗുരുദേവനോ? ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം SNDP അല്ലേ? ശരിയാണ്. അയ്യോ സാധുക്കൾ, സാധുജന പരിപാലനം ആരാണ്? അയ്യങ്കാളി. ഇനി വക്കമാണ് കേരള മുസ്ലിം ഐക്യ സംഘം. ഇത്തിരി മുമ്പ് നമ്മൾ മുസ്ലിം ഐക്യ സംഘം കണ്ടില്ലേ? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1 D ആണ്, 2 C ആണ്, വൈകുണ്ഠസ്വാമികൾ 3A, 4 B. ശരിയല്ലേ? അടുത്തത് 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യം എന്ത്? ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, 2ാം ലോക മഹായുദ്ധം ആരംഭിച്ചു, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. 1940 ജൂലൈ 31 കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ 1946 ആണ് അല്ലെ? അപ്പോൾ അടുത്തത് താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? തൊഴിലവസരങ്ങൾ കൂടുതലുള്ളത് പ്രാഥമിക മേഖലയിലാണ്. കൃഷി, ഖനനം, വനവുമായി ബന്ധപ്പെട്ട പരിപാടികൾ, മത്സ്യബന്ധനം, ഇതാണ് നമ്മുടെ പ്രാഥമിക മേഖല. കൃഷിക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾ വേണം, കുഴിച്ചെടുക്കാനും വനപരിപാലനത്തിനും മത്സ്യബന്ധനത്തിനൊക്കെ ഒരുപാട് ആളുകൾ വേണം. പ്രാഥമിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ലാഭം നൽകുന്നത് തൃതീയ മേഖലയാണ്, സേവന മേഖലയാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രാഥമിക നമ്മളുടെ ഒരു സംഭവം കൃഷിയാണ്, നമ്മളൊരു കാർഷിക രാഷ്ട്രമാണ്. കെട്ടിട നിർമ്മാണം ഇത് ദ്വിതീയ മേഖലയാണ്. എന്നാൽ ഇൻഷുറൻസ്, അധ്യാപനം, ഹോസ്പിറ്റല്, പിന്നെ ബാങ്കിങ്